പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഞങ്ങളുടെ കരുത്ത് കുറഞ്ഞു പോയി എന്ന് നിങ്ങൾ കരുതരുത്. ഞങ്ങളെ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് അല്ലേ. പലപ്പോഴും അണ്ടർ റേറ്റഡ് ആയ ഒരു ടീമായിരുന്നു സ്പെയിൻ. ഞങ്ങൾ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കളിക്കാൻ ആരുടെയും പേരോ മേൽവിലാസമൊന്നും ആവശ്യമില്ല. ഞങ്ങളുടെ രാജ്യം ഒറ്റയ്ക്കൊരു പേരാണ് അല്ലേ, സ്പെയിൻ അല്ലേ. അല്ല, 2008 ശേഷം ഏത് കാലത്താണ് സ്പെയിൻ അണ്ടർ റേറ്റഡ് ആയത്? അല്ല, അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ എല്ലാം അർജന്റീന ബ്രസീൽ പോർച്ചുഗൽ എവിടെ നോക്കിയാലും സ്പെയിനിന്റെ എവിടെയെങ്കിലും ആരാധകർ വൈകാരികമായി പ്രതികരിച്ചു. ഒരിക്കലും സ്പെയിൻ ആരും അണ്ടർ റേറ്റ് ചെയ്തിട്ടില്ല. അല്ല, ഒരു മിനിറ്റ്, ഈ ടീമിൽ എത്ര പേരുണ്ട് സ്പെയിൻ ആരാധകർ? ആത്മാർത്ഥമായി പറയണം. അതെ അതെ അതെ. മെസ്സിയെ കളി പിടിപ്പിച്ച രാജ്യത്തിന്റെ പേര് പറയൂ. മെസ്സിയെ കളി പിടിപ്പിച്ച രാജ്യത്തിന്റെ പേര് പറയൂ. മെസ്സി ജനിച്ച രാജ്യത്തിന്റെ പേര് പറയാം. മെസ്സിയിൽ ഒരു ഫുട്ബോൾ താരം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അർജന്റീനയിൽ വെച്ച് തന്നെയല്ലേ. അതാണ് മികച്ച പ്ലെയർ ആയതുകൊണ്ട് നല്ലൊരു ക്ലബ് കൊടുത്തു എന്നല്ലാതെ അക്കാഡമി ഏതാ? ലാമാസിയ എവിടെയാ? സ്പെയിൻ. ലോകത്തെ ഏറ്റവും നല്ല ഫുട്ബോൾ എന്താ എന്തെങ്കിലും പറ. എന്ത് പറയാനാ? ഒരു കാര്യമേ പറയാനുള്ളൂ. ജെസ്സി വരും. ഒരാൾ കൂടി ഞങ്ങൾ ഈക്വൽ ആയില്ലേ. പിന്നെ ഇദ്ദേഹം ചില സമയങ്ങളിൽ റഫറി ആയി നിൽക്കും, ചില സമയത്ത് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കും. ഞങ്ങൾക്ക് ഈ ചരിത്രം എന്നല്ല പറയാം. ഞങ്ങൾ ഇന്നത്തെ കളിയെ കുറിച്ച് ഞങ്ങളുടെ കയ്യിൽ ഇന്നത്തെ കളി ഞങ്ങൾ ജയിക്കും. ആ ജയിക്കാനുള്ള കളി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ സ്കലോണി ശരിയാണ് ഏറ്റവും മികച്ച. എനിക്ക് നമുക്ക് അതിനകത്ത് സ്കലോണിയുടെ കാര്യത്തിലൊന്നും ഒരു എവിടുന്ന് കളി പഠിച്ചാലും കുഴപ്പമില്ല. എവിടുന്ന് കളി അതൊരു പ്രശ്നമല്ല. കളിക്കുന്നത് എവിടെയാണ്, ജയിക്കുന്നത് ആരാണ്? ഒരു മിനിറ്റ്. യൂട്യൂബിൽ കമന്റിനെ കുറിച്ച് ഒരു കാര്യം. യൂട്യൂബിൽ ധാരാളം കമന്റുകൾ വരുന്നുണ്ട്. അരുൺ സാർ ദയവ് ഇത് സ്പെയിനെ സപ്പോർട്ട് ചെയ്യരുത്. കാരണം ഇപ്പൊ അത് നമുക്കുള്ള ട്രോളാ. നമ്മൾ കീഴടങ്ങൂല. അപ്പൊ മധു, നമുക്കിനി കണക്കുകളിലേക്ക് വരുന്നതിന് മുമ്പ് അതായത് ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബോൾ മൂവ്മെന്റ് ഉള്ള രണ്ട് ടീമുകളാണ് ഫൈനലിൽ എത്തിയത്. ഓഫ് ദ ബോൾ മൂവ്മെന്റ് ആണ് ഈ ഫുട്ബോളിൽ പ്രധാനം, ഒരു ടൂർണമെന്റ് പ്രധാനം. ഏറ്റവും നല്ല പ്രസ്സിംഗ് ഉള്ള രണ്ട് ടീമുകളാണ് ഫൈനലിൽ എത്തിയത്. ഇതിനേക്കാൾ നല്ല പ്രസ്സിംഗ് ഇല്ല. കൂടുതൽ പ്രസ്സിംഗ് കൂടുതലും സ്പെയിനാണ് സമ്മതിക്കാം. പക്ഷെ അർജന്റീനയ്ക്കും അതേപോലെ കളിക്കാൻ പറ്റും. പക്ഷെ സ്പെയിൻ പൊസഷൻ ഫുട്ബോൾ വിട്ട് അവർക്ക് കളിക്കാൻ കഴിയില്ല. അവർക്ക് അതല്ലാത്ത ഒരു ഗെയിം പ്ലാൻ അറിയില്ല. അതവരുടെ ശൈലിയാണ്. അതിൽ ശൈലിയിൽ കളിക്കൂ. അർജന്റീന നേരെ മറിച്ച് അവർക്കതിനെ ഫിസിക്കലായിട്ട് നേരിടാൻ പറയാം. ഞാനിപ്പോൾ തന്നെ പറയുന്നു, ഈ മത്സരത്തിന്റെ തുടക്കം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അർജന്റീന റഫ് കളി കളിക്കുകയും സ്പെയിൻ നല്ല മാന്യന്മാരെ കളിക്കുമെന്ന്. പക്ഷെ അതല്ല. സ്കലോണിയുടെ തന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ടാക്ടിക്കൽ ഫൗൾ. നല്ല കാർഡ് വാങ്ങാത്ത ടാക്ടിക്കൽ ഫൗൾ. പുഷ് ചെയ്തുകൊണ്ട് അവരെ പ്രസ് ചെയ്തുകൊണ്ട് അവരൊന്ന് പന്ത് മേടിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് സ്പെയിനെ അവരുടെ കളി കളിക്കാൻ വിടാതെ, അവരെ സ്വന്തം പൊസഷൻ ഫുട്ബോൾ കളിക്കാൻ വിടാതെ മിഡിൽ വെച്ച് തന്നെ അർജന്റീന തടയും. സ്പെയിൻ ഉണ്ടാക്കുന്ന ഒരു വീക്ക്നെസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സ്പെയിൻ എപ്പോഴും അവർ പൊസഷൻ ഫുട്ബോൾ കഴിക്കുമ്പോൾ ഒരുപാട് സ്പേസ് ബാക്കിൽ വരും. ആ സ്പേസ് കിട്ടുന്നത് ലയണൽ മെസ്സിക്കാണ് എന്ന് ഓർത്താൽ മതി. ലയണൽ മെസ്സിക്കാണ്. അതായത് ഇതിന് കൃത്യമായ മറുപടി തരാം. അതായത് പൊസിഷൻ ഫുട്ബോൾ ഈ അർജന്റീന ഇതുവരെ കളിച്ച ഗെയിമുകളിലല്ല, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരെ പോലും ഫസ്റ്റ് 30 മിനിറ്റ്സ് ഫിസിക്കൽ ഗെയിം കളിച്ചു. അത് സ്കലോണിയുടെ തന്ത്രം തന്നെയാണ്. അർജന്റീന നോക്കൌട്ട് മുതൽ, കേപ്പ് വെർഡെ മുതൽ സ്വിറ്റ്സർലൻഡ് ആയിക്കോട്ടെ, ഈജിപ്റ്റ് ആയിക്കോട്ടെ, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, എല്ലാവരെയും ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമുള്ള ഒരു 15 മിനിറ്റിലാണ് കളിക്കുന്നത്. ആ സമയത്ത് സിറ്റ് ബാക്ക് ചെയ്ത് പ്രോപ്പർ കൗണ്ടർ ചെയ്തിട്ടാണ് അർജന്റീന കളിക്കുന്നത്. അല്ലേ, അങ്ങനെ പ്രോപ്പർ കൗണ്ടർ ചെയ്യാൻ പന്ത് കൊടുക്കില്ല അർജന്റീനയ്ക്ക്. ഇതുവരെ കളിച്ച വിങ് ബാക്കുകളായിട്ടല്ല ഇത്തവണ കളിക്കാൻ പോകുന്നത്. അവിടെ പെഡ്രോ പോറ ആയാലും കുക്രെ ആയാലും വേറെ രീതിയിലാണ്. അവര് കഴിഞ്ഞ കളി ഡയറക്റ്റ് അല്ല ഓടുന്നത്. അവര് ഡയഗണലായിട്ടും സ്റ്റാർ ഷേപ്പിലൊക്കെയാണ് ഓടി കളിക്കുന്നത്. പേഷ്യൻസോട് കൂടിയിട്ടാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ വിങ് ബാക്സിന് പെട്ടെന്ന് ഓടി കയറാൻ കഴിയും. ശരിയാണ്. പക്ഷെ ഇപ്പുറത്ത് കളിക്കുന്ന അർജന്റീന, ഞാൻ പറഞ്ഞു ഇപ്പുറത്ത് ഇന്ന് ഡീപ്പോളായിരിക്കും. ഇന്ന് മൊളീന മാറും, മൊണ്ടിയൽ വരും, ഡീപ്പോൾ വരും. ഉറപ്പുള്ള കാര്യമാണ്. ഡീപ്പോൾ വരും അറ്റാക്കിന് വേണ്ടിയിട്ട്. എന്ന് മാത്രമല്ല, ഡീപ്പോൾ കഴിഞ്ഞ തവണ ടെക്നിക്കൽ പ്ലേയേഴ്സ് ആണ് സ്പെയിൻ്റെ പ്ലേയേഴ്സ്. നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആണ്. അവർക്ക് എളുപ്പത്തിൽ നല്ല ഫൗൾ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് മേടിച്ചു കൊടുക്കാൻ കഴിയും. കഴിഞ്ഞ കളി കളിച്ച പോലെ കളിക്കാൻ പറ്റില്ല അർജന്റീനയ്ക്ക്. പക്ഷേ ഡീപ്പോൾ അടക്കമുള്ളവർ വന്നാൽ, മൊണ്ടിയൽ അടക്കമുള്ളവർ വന്നാൽ ഇവരുടെ പൊസിഷൻ ഫുട്ബോളിൽ തടയാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അതൊരു കാര്യപത്ര പ്രസക്തമായ വിശകലനമാണ്.